നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും ലോകമെമ്പാടും കടുത്ത ഭീതി വിതയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈന അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാൾ മലനിരകളിൽ ഉണ്ടായ അതിഭീകരമായ ഫ്ലാഷ് ഫ്ലഡ് അഥവാ കുത്തിയൊലിച്ചെത്തിയ പ്രളയം ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയായി മാറി. എന്നാൽ ഈ ദുരന്തം കേവലം ഒരു വാർത്ത എന്നതിനപ്പുറം നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ചൊല്ലി ജീവഭയത്തോടെ കഴിയുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നേപ്പാളിൽ ഉണ്ടായ ദുരന്തം കേവലം ഒരു ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ആയിരുന്നില്ല എന്ന് ശാസ്ത്രീയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഭൂചലനത്തെ തുടർന്ന് വൻ മഞ്ഞുമലകൾ അടർന്നു മാറി താഴ്വരകളിലേക്ക് പതിക്കുകയായിരുന്നു. ഈ മഞ്ഞുമലകളും പാറക്കൂട്ടങ്ങളും മരങ്ങളും ചേർന്ന് നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും അവിടെ പ്രകൃതിദത്തമായ ഒരു താൽക്കാലിക അണക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. മിനിറ്റുകൾക്കകം വൻ ജലസമ്മർദ്ദത്താൽ ഈ പ്രകൃതിദത്ത ഡാം പൊട്ടിത്തകർന്ന് താഴേക്ക് ഒഴുകിയപ്പോഴാണ് വൻ പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മാണത്തിലിരുന്ന ഡാമുകളും ഉൾപ്പെടെ എല്ലാം തകർന്നടിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ മരണപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ. സമാനമായ രീതിയിൽ കേരളത്തിലെ വയനാട്ടിലുണ്ടായ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല ദുരന്തങ്ങളിലും ഇത്തരത്തിൽ പ്രകൃതിദത്ത തടസ്സങ്ങൾ രൂപപ്പെടുകയും പിന്നീട് അവ പൊട്ടിത്തകർന്ന് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രകൃതി സൃഷ്ടിക്കുന്ന ഇത്തരം താൽക്കാലിക ഡാമുകൾ പോലും ഇത്ര വലിയ നാശമുണ്ടാക്കുമ്പോൾ 131 വർഷം പഴക്കമുള്ള വലിയൊരു ജലസംഭരണിയെ താങ്ങി നിർത്തുന്ന മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി ചിന്തകൾക്കും അപ്പുറമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേപ്പാളിലെ ഭീകരമായ ഫ്ലാഷ് ഫ്ലഡിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച തൃശൂർ വേലൂർ സ്വദേശിയായ ബ്ലോഗർ ആൽവിൻ തോമസിന്റെ വാക്കുകളൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ മുല്ലപ്പെരിയാർ ദുരന്തത്തെക്കുറിച്ച് വരാറുള്ള ഭയപ്പെടുത്തുന്ന AI ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു നേപ്പാളിൽ കൺമുന്നിൽ കണ്ട കാഴ്ചകളെന്നാണ് ആൽവിൻ തോമസ് വ്യക്തമാക്കുന്നത്. ആൽവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും മുല്ലപ്പെരിയാർ തകർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കാണിക്കുന്ന ചില AI ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരുന്നു നേപ്പാളിൽ കൺമുന്നിൽ കണ്ടത്. ഭീമാകാരമായ മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നു. വലിയ കെട്ടിടങ്ങൾ ഇട്ടുകൂട്ടുന്ന കാർബോർഡുകൾ പെട്ടികൾ പോലെ തകർന്നടിയുന്നു. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ വലിയ പാലങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു. കൺമുന്നിൽ മനുഷ്യർ ഒഴുക്കിൽപ്പെടുന്നത് നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളും വൈദ്യുതിയും പൂർണ്ണമായി തടസ്സപ്പെട്ടുവെന്നായിരുന്നു ആ വാക്കുകൾ. ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ നമ്മെ എത്തിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അവസ്ഥയിലേക്കാണ്. ആഗോള മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ളവ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച അണക്കെട്ടുകളിൽ ഒന്നായി മുല്ലപ്പെരിയാറിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1895 ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ അണക്കെട്ട് ചുണ്ണാമ്പും സുർക്കിയും ചേർത്തുള്ള മിശ്രിതം കൊണ്ടാണ് പടുതുയർത്തിയിട്ടുള്ളത്. 1979 അണക്കെട്ട് ബലപ്പെടുത്താനുള്ള ചില നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യകളോ കോൺക്രീറ്റ് ശക്തിയോ ഇല്ലാത്ത ഈ ഘടനയ്ക്ക് എത്രത്തോളം ആയുസ്സുണ്ടെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തുടർച്ചയായി നേരിടുന്ന ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ഈ പ്രദേശത്താണ് ഈ അണക്കെട്ട് നിലകൊള്ളുന്നത്. നേപ്പാളിൽ ഉണ്ടായ ദുരന്തത്തിന് കാരണമായത് റിക്ടർ സ്കെയിലിൽ വെറും 4.4 മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു ഭൂചലനമായിരുന്നു. സമാനമായ രീതിയിൽ 3 or 4 റിക്ടർ സ്കെയിലിൽ വരുന്ന ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ പരിസരത്തുണ്ടായാൽ ഈ സുർക്കി അണക്കെട്ടിന്റെ ഘടന പൂർണ്ണമായും തകരുമെന്നാണ് IIT റൂർക്കി, IIT ഡൽഹി തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധരും ഏഷ്യൻ ഡാം സേഫ്റ്റി പാനലും ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. 2011 ഇടുക്കി ജില്ലയിലും പരിസര പ്രദേശങ്ങളുമായ റിക്ടർ സ്കെയിലിൽ 1 മുതൽ 2 വരെ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ 26 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. 2020 ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള വെറും 8 മാസത്തിനുള്ളിൽ ഈ പ്രദേശത്ത് 21 ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് നിലവിൽ ചെറുതും വലുതുമായ 84 ഡാമുകളാണ് നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഏതെങ്കിലും 2 ജില്ലകൾ ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന അത്രയും മാത്രമുള്ള കൊച്ചു കേരളത്തിലാണ് ഇത്രയധികം അണക്കെട്ടുകൾ വഴി ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇത്രയധികം ജലം ഭൂമിക്ക് മുകളിൽ സൃഷ്ടിക്കുന്ന ഭീമമായ പ്രഷർ അഥവാ ബാഹ്യസമ്മർദ്ദം മൂലം ഭൂഗർഭ പാറകളുടെ പ്ലേറ്റുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ഡാം ഇൻഡക്റ്റഡ് സീസ്മിസിറ്റി കാരണം കേരളം മൊത്തത്തിൽ ഭൂകമ്പ സാധ്യതയുടെ സീസ്മിക് സോണിങ്ങിൽ 3ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 7 മുതൽ 8 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള അതിതീവ്ര ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് നിയമപരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ ആഘാതത്തെക്കുറിച്ചാണ്. പൂർണ്ണമായും വനമേഖലയ്ക്കുള്ളിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്ന പക്ഷം കോടിക്കണക്കിന് ലിറ്റർ വെള്ളത്തോടൊപ്പം വനത്തിലെ കൂറ്റൻ മരങ്ങളും പാറക്കൂട്ടങ്ങളും ഡാമിന്റെ അവശിഷ്ടങ്ങളും കൂടി കുത്തിയൊലിച്ചു വരും. ഏതാനും മിനിറ്റുകൾക്കകം ഈ പ്രവാഹം താഴ്വരകളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറും.
ചപ്പാത്ത്, വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളെ നിമിഷ നേരം കൊണ്ട് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കും ഈ ജലപ്രവാഹം മുന്നേറുന്നത്. അവിടെ നിന്ന് ഈ വെള്ളം നേരിട്ട് ചെന്നെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി താങ്ങി നിർത്തുമെന്ന ഔദ്യോഗിക വാദങ്ങളെ വിദഗ്ധർ ചോദ്യം ചെയ്യുന്നു. ഇടുക്കി റിസർവോയർ എന്നത് ചെറുതോണി, കുളമാവ്, ഇടുക്കി ആർച്ച് ഡാം എന്നീ 3 അണക്കെട്ടുകൾ ചേർന്നൊരുക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. ഇതിൽ ഇടുക്കി ആർച്ച് ഡാമിനും കുളമാവ് ഡാമിനും ഷട്ടറുകൾ ഇല്ല. വെള്ളം പുറത്തേക്ക് വിടണമെങ്കിൽ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ മാത്രമേ ആശ്രയമുള്ളൂ. ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ തകർന്ന് കിലോമീറ്ററുകൾ താണ്ടി വരുമ്പോൾ കൈനറ്റിക് എനർജി അഥവാ ചലകോർജം കൈവരിക്കുന്ന ഈ ജലപ്രവാഹത്തിന്റെ ആഘാതം ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച ആറ്റം ബോംബിന്റെ 180 ഇരട്ടി ശക്തിക്ക് തുല്യമായിരിക്കും. ഇത്രയും വലിയൊരു ഫോഴ്സിനെ പ്രതിരോധിക്കുവാൻ ഇടുക്കിയിലെ നിർമ്മിതികൾക്ക് സാധിക്കില്ല. പ്രത്യേകിച്ചും കുളമാവ് ഡാം ഈ വ്യൂഹത്തിലെ ഏറ്റവും ദുർബലമായ ഘടനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ ഒരു മതിൽ എന്നത് ഒരു പൊതു റോഡാണ്. അതിനപ്പുറം അഗാധമായി താഴ്വരയുമാണ്. ഈ കൂറ്റൻ ജലപ്രവാഹത്തിന്റെ സമ്മർദ്ദത്തിൽ കുളമാവോ ചെറുതോണിയെ തകർന്നാൽ മുല്ലപ്പെരിയാറിലെ 15 TMC വെള്ളവും ഇടുക്കിയിലെ 70 TMC വെള്ളവും ഉൾപ്പെടെ 85 TMC-യിലധികം വരുന്ന അതിഭീകരമായ ജലശേഖരമായിരിക്കും താഴേക്ക് ഒഴുകുക. ഇത് പെരിയാറിന്റെ തീരത്തുള്ള ആലുവ, എറണാകുളം തുടങ്ങിയ മഹാനഗരങ്ങളെ പൂർണ്ണമായി നക്കിത്തുടച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് പതിക്കും. ജനങ്ങളുടെ ജീവന് ഇത്രയധികം ഭീഷണി ഉണ്ടായിട്ടും പുതിയ അണക്കെട്ടെന്ന ആശയത്തിൽ എന്തുകൊണ്ടാണ് ഇരു സംസ്ഥാനങ്ങളും ഒരു ധാരണയിൽ എത്താത്തത്? തമിഴ്നാടിന് വെള്ളം വേണമെന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കും തർക്കമില്ല. കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം. തമിഴ്നാടിന് കൃത്യമായി വെള്ളം ലഭിക്കുകയും വേണം. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലിലൂടെ തമിഴ്നാടിന് വെള്ളം ഉറപ്പാക്കിക്കൊണ്ട് പുതിയൊരു അണക്കെട്ട് നിർമ്മിച്ച് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇനിയും വൈകുന്നത് എന്തിനാണെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ചരിത്രത്തിൽ ഡാമുകൾ തകർന്നുള്ള ദുരന്തങ്ങൾ ഒരു പുതിയ അറിവൊന്നുമല്ല. 1975-ൽ ചൈനയിലെ ബാൻക്യോ ഡാം തകർന്നപ്പോൾ 2 ലക്ഷത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 1979-ൽ ഗുജറാത്തിലെ മച്ചു ഡാം തകർന്നപ്പോൾ 25,000-ഓളം ആളുകളാണ് മരണപ്പെട്ടത്. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും നാശമുണ്ടെന്നിരിക്കെ ഒരു ദുരന്തം സംഭവിച്ചതിനു ശേഷം കണ്ണീരൊരുക്കുന്നതിനേക്കാൾ ഭേദം അത് തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതാണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമായി തുടരുന്നു എന്നത് ആശ്വാസകരമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 122.45 അടിയാണ്. അണക്കെട്ടിന്റെ പരമാവധി അനുവദനീയമായ സംഭരണ ശേഷി 142 അടിയും. നിലവിൽ ഡാമിലേക്ക് സെക്കൻഡിൽ 1606 ഘനയടി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. ഇതിൽ നിന്നും സെക്കൻഡിൽ 800 ഘനയടി വെള്ളം വീതം തമിഴ്നാട് അവരുടെ വൈക്ക ഡാമിലേക്കും കൊണ്ടുപോകുന്നു. അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 21.4 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്.